ഞാൻ കാട്ടുപന്നി ആയിരിക്കും വിചാരിച്ചു. ഞാൻ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കരിയില ഇളക്കിക്കൊണ്ട് ഓടി വരുന്ന ഒച്ച കേട്ടപ്പോൾ ഞാൻ കാട്ടുപന്നി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈറ്റ് തെളിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ വലിയ മലം കടുവ, അതായത് നല്ല വരയുള്ള കാണാൻ നല്ല സ്റ്റൈലുള്ള ഒരു മുതലാള് വന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അരമണിക്കൂർ നേരത്തേക്ക് എന്റെ ശ്വാസം വരെ സ്റ്റക്കായി പോയി. രാത്രി 1 മണി സമയത്താണ് ഞാൻ ടാപ്പിങ്ങിന് പോകുമ്പോഴാണ് കാണുന്നത്. 4 പശുക്കളെയാണ് അവരുടെ ഫാമിലുള്ള അവർക്ക് ഏക വരുമാനമാർഗമായിരുന്ന 4 പശുക്കളെയാണ് അതിഭീകരമായ രീതിയിൽ ഈ കടുവ കൊന്നിട്ടിരിക്കുന്നത്. പകുതി മുക്കാൽ നിന്നിട്ട് കിടക്കുകയാണ്. ചങ്കും കൂടിന് എടുക്കുന്ന ഈ 2 തുടയുടെ ഇറച്ചി വരെ മൊത്തം കഴിച്ചിട്ട് തുടയിലും ഈ ചങ്ങും കൂടി തലയും മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് ഇന്നിപ്പം ഈ 4 പശുക്കളെ കടുവ വന്ന് കടിച്ചു കൊല്ലുകയും ചെയ്തിട്ടിരിക്കുന്നത്. അവരുടെ അത്താഴമാണ് മുടങ്ങിയിട്ട് കിടക്കുന്നത്. ഫോറസ്റ്റുകാർ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഇതാണ്, കടുവയല്ല, അത് പട്ടിക്കടുവയാണ്. പട്ടീനെ മാത്രം പിടിക്കുന്നതാണ്, ചെറിയ ജീവിയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ജനങ്ങളുടെ പറഞ്ഞിട്ട് പോകുന്നത്. എല്ലാ മൃഗങ്ങളാണെങ്കിലും എല്ലാം ഒരുപോലെ മക്കളെ വളർത്തുന്ന പോലെ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. വീട്ടിലെ നായ്ക്കളാണെങ്കിലും പൂച്ചയാണെങ്കിലും എന്തിനാണെങ്കിലും അതുപോലെ വളർത്തുന്നതാണ്. ടാപ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും കടുവേനെയും വന്യജീവിനെയും പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാൻ വേണ്ടി മേടിച്ചു വെച്ചിരിക്കുന്നതാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി മേടിച്ചു വെച്ചിരിക്കുന്ന കൊണ്ടുകൾ. ഇതിനെ ഫോറസ്റ്റുകാരെ ഒരു പരിധി വരെ നമുക്കൊന്നും പറയാനും പറ്റിയില്ല, എന്താ പറയാതിരിക്കാനും വരാം. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ബരാപ്പോൾ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ ഒരു പ്രദേശത്ത് ഇന്ന് വെളുപ്പിന്, അതായത് വെള്ളിയാഴ്ച വെളുപ്പിന് ഈ ഒരു പ്രദേശത്ത് ഒരു കർഷകന്റെ 4 പശുക്കളെ ഒരു വന്യജീവി കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. അത് എന്ത് ജീവിയാണെന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും 4 പശുക്കളാണ് ഒരു തൊഴുത്തിൽ ചത്തിരിക്കുന്നത്. ആ ഒരു പ്രദേശത്താണ് നമ്മൾ പോകുന്നത്. ബരാപ്പോൾ എന്നാണ് ഈ ഒരു പ്രദേശത്തിന്റെ പേര്. ബരാപ്പോളും അതുപോലെ തന്നെ പാലത്തിൻകടവ് എന്ന് പറയുന്ന 2 പ്രദേശങ്ങളുടെ നടുക്കായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഏതായാലും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മളൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. സംഭവം നടന്ന വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മലമുകളിലായിട്ടുള്ള ഒരു പ്രദേശമാണ്. നല്ല കയറ്റമൊക്കെ കയറിയാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ റോഡ് നമ്മൾ കണ്ട ആ കോൺക്രീറ്റ് റോഡ് തീർന്നു. എന്തായാലും ഇവിടെ ഒത്തിരി ആളുകൾ കൂടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, കേൾക്കുന്നത്. 4 പശുക്കളെയാണ് കൊന്നിരിക്കുന്നത്. അപ്പം എന്താണ് സംഭവം എന്നുള്ളത് അവിടെ ചെന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കുറച്ച് ദൂരമുണ്ട്. ഈ കാണുന്ന മലയൊക്കെ എന്ന് പറഞ്ഞാൽ കർണാടകയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ്. കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നമുക്ക് ഈ പറമ്പൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, കാടൊക്കെ പിടിച്ചാണ് കിടക്കുന്നത്. ഏകദേശം നമ്മൾ നിൽക്കുന്ന ഒരു ഹൈറ്റ് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാകും കേട്ടോ. നല്ല ഉയരത്തിലായിട്ടുള്ളൊരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു വീട്ടിലാണ് സംഭവം നടന്നതെന്നാണ് തോന്നുന്നത്. ഏതായാലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ തൊഴുത്തിലെ രംഗങ്ങളാണ് കേട്ടോ. വളരെ ദാരുണമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ പോരാ, അതിലും എന്തെങ്കിലും ഒരു വലിയ വാക്കുണ്ടെങ്കിൽ അത് പറയണം. നല്ല മുഴുത്ത 4 പശുക്കളാണ് ചത്ത് കിടക്കുന്നതായി കാണുന്നത്. കടുവയാണ്. കാരണം ഇത്രയും വലിയൊരു പശുവിനെ വലിച്ച് കയറ്റി കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും ഒരു പുലിക്കൊന്നും സാധിക്കില്ല. അതിനെ വലിച്ച് മുകളിലേക്ക് കയറ്റാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അതാണ് പകുതി തല വെളിയിലൊക്കെ ആയിട്ട് കിടക്കുന്നത്. ഏതായാലും 2 പശുവിനെ കടിച്ചു കൊന്നിട്ടുണ്ട്. രണ്ടെണ്ണത്തിനെ അടിച്ച് കൈകൊണ്ട് അടിച്ച് കൊന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും 4 പശുക്കൾ, ഒരു തൊഴുത്തിലെ 4 പശുക്കളാണ്
ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് കേട്ടോ. വളരെ ദാരുണമായ സംഭവമായിപ്പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും കേട്ടോ. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കടുവയുടെ കാൽപ്പാടുകളാണ് കേട്ടോ. കടുവയാണെന്ന് തന്നെയാണ് നമുക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലാകുന്നത്. തുടങ്ങിയിട്ടല്ലേ പറഞ്ഞോ ഇതിന് മുകളിലോട്ടും കാടില്ലേ? 1 കിലോമീറ്റർ അപ്പുറം ഫോറസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഇതിലൊക്കെ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? ഈ പറമ്പിൽ നമ്മളിപ്പോൾ കാണുന്ന പറമ്പിലൂടെയാണ് ഇത് കയറി ഇങ്ങനെ പോയിരിക്കുന്നത്. ഇവിടെയൊക്കെ ഈ ചാണകം കോരിയിട്ടുകൊണ്ട് ഇതിലൊക്കെ കാൽപ്പാടുകളും കാര്യങ്ങളും ഉണ്ട്. തൊട്ട് മുകളിലായിട്ടാണ് തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പറമ്പിൻ്റെ ഒരു സ്ഥിതിയൊക്കെ നമുക്ക് കാണാം. നല്ല കുന്നായിട്ടുള്ളൊരു പ്രദേശമാണ്. ഇതിൻ്റെ തൊട്ട് താഴെ ഞാൻ പറഞ്ഞു, തൊട്ടപ്പുറത്തുള്ള ആ കാണുന്ന ആ ഒരു മല എന്ന് പറയുന്നത് കർണാടകയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ്. ഫോറസ്റ്റാണ്. കൂട്ടുപുഴ അപ്പുറമുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അതിലെയാണ് കുടകിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നടുക്ക് ഒരു പുഴ പോകുന്നുണ്ട്, ബരാപ്പോൾ പുഴ എന്ന ബരാപ്പോൾ പുഴയുടെ ഇപ്പുറമാണ് ഈ ഒരു പ്രദേശവും ഈ ഒരു കുന്നും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ പുഴ കടന്ന് ഇപ്പുറത്തോട്ട് കടന്നതാകാം എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു പറമ്പിൻ്റെ നേരെ മുകളിലേക്ക് ഫോറസ്റ്റ് ഉണ്ട്. 1 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ അവിടെയും ഫോറസ്റ്റ് ഉണ്ട്. മാത്രമല്ല ഈ പ്രദേശങ്ങളിലൊക്കെ ഈ സമീപ കാലങ്ങളിലൊക്കെ കടുവയുടെ ഇതെന്ന് തോന്നുന്ന രീതിയിലുള്ള അമർച്ചകളും കാർച്ചകളും ഒക്കെ കേട്ടിട്ടുണ്ട്. അടുത്തുള്ള പ്രദേശത്തെ ഒരാളുടെ പട്ടിയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊന്ന രീതിയിൽ കണ്ടെത്തുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ പിടിച്ചത് ഏതായാലും കടുവയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വലിയ കാൽപ്പാടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കവിടെ നമ്മൾ നേരിട്ടിപ്പോൾ കണ്ടു. വലിയ കാൽപ്പാടുകൾ തന്നെയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഉള്ളത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എന്റെ പേര് അപ്പച്ചൻ എന്നാണ്. ഈ പ്രദേശവാസിയല്ലേ? ഈ പ്രദേശവാസിയല്ലേ? ഈ പ്രദേശത്തിന് ഇതിന്റെ അടുത്ത് താമസമാണ്. ഇത് ഇന്ന് രാവിലെ എത്ര മണിയായിട്ടുള്ള സംഭവം നടന്നതെന്നറിയാം? ഇവിടെ രാത്രിയിലാണെന്നാ പറയപ്പെടുന്നത്. രാത്രിയിലാണെങ്കിൽ തന്നെ പിന്നെ അറിയാൻ സാധ്യതയില്ല. ഈ രാത്രി സമയം എന്ന് പറയുന്നത് അത് നല്ല തണുപ്പ്, കിടന്നുറങ്ങുന്ന സമയമൊക്കെ ആണെങ്കിലേ ഇത് ഇതിന്റെ അകത്ത് ഇപ്പൊ പിടിവലിയൊന്നും നടന്നിട്ടില്ല. പിടിച്ചു, കൊന്നു, അടുത്തതിനെ പിടിക്കുന്നു, കൊല്ലുന്നു. ഇതാ സംഭവം നടന്നത്. കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട്. കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അതായി ഇത്രയും അപകടം ഉണ്ടായത്. പിന്നെ ഇതിന് മുമ്പേ തൊട്ടടുത്തൊരു വീട്ടിലെ ഒരു നായെ ഒരു പകുതി മീറ്റം കടിച്ചിട്ട് ബാക്കിയിട്ടേച്ച് പോയ ചരിത്രമുണ്ട്. അത് എത്ര ദിവസമായി? അതൊരു 2-3 ആഴ്ച, 3-4 അതെ. അപ്പൊ ഇവിടെ ഒരു കടുവയുടെ ഒരു സങ്കേതം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ വേണേൽ പറയേണ്ടതായിട്ടുള്ളത്. അല്ലെ പിന്നെ ഇത് കടുവ സാന്നിധ്യം ഉണ്ട് ഇവിടെ. പിന്നെ നിലവിൽ ആന ആന ഫെൻസിങ്ങിന് അതിവിടെ നെടുനീളം ഒരു അവിടെ കരി റോഡിന്റെ അവിടെ തൊട്ട് ഇവിടെ ബാരപ്പുളിന്റെ ആ പങ്ക് വരെ ഇവിടെ കൃഷ്ണന്റെ അവിടം വരെ ഫെൻസിങ്ങിന്റെ ഇത് ഇട്ടിട്ടുണ്ട്. ചിലയിടത്തെല്ലാം വാസയോഗ്യമായിട്ടാണ് സംഭവം ഉള്ളത്.
എങ്കിലും കുറെ പാവം അവർ കരണ്ട് കയറ്റി വിട്ട് കുറെ ശല്യം. ഇപ്പം ആനയുടെ കുറവുണ്ട്, എങ്കിലും കുറവെന്ന് പറയാനും പറ്റിയില്ല. അപ്പൊ ഇത് അതിന്റെ പുറത്താണ്. അപ്പൊ ഇതുപോലൊരു ശല്യം വന്നിട്ടില്ല. ഇത് വല്ലാത്തൊരു സംഭവം. ഇതുകൊണ്ട് ഇവര് പിന്നെ ചില കഴിയുന്ന കുടുംബജീവിതം കഴിയുന്ന എന്തോ എല്ലാം കറയുള്ളതാണ്. അപ്പൊ അതാണ് അവസ്ഥയുള്ളത്. ഇതിന് ഫോറസ്റ്റുകാരെ ഒരു പരിധി വരെ നമുക്കൊന്നും പറയാനും പറ്റിയില്ല, എന്താ പറയാതിരിക്കാനും വരാം. കാരണം ഈ ആറളഭാഗമിൽ കിടക്കുന്ന മൃഗങ്ങളെ എല്ലാം കൂടെ കൊണ്ട് ഇങ്ങോട്ട് തട്ടുക എന്നാ ഇപ്പൊ പറയുന്നത്. ഈ ആന തന്നെ അങ്ങനെയാണ് സംഭവമുള്ളത്. അപ്പൊ അവിടുന്ന് ആനയ്ക്ക് അസൗകര്യം തോന്നിടത്തുനിന്ന് എല്ലാ സൗകര്യമുള്ള സ്ഥലത്തേക്ക് പായിക്കാം. ആനയായിട്ടും കടുവയായിട്ടും ഈ അടുത്ത കാലത്ത് ഇവിടുന്ന് ഒരു 3-4 ഈ രാജവമ്പാലെ പിടിക്കുന്നു. അതിനെ പിടിച്ച ഉടനെ അവിടെ കൊണ്ട് കാട്ടിൽ തന്നെ വിടുന്നു. അത് പിന്നെ അഴിഞ്ഞു പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുന്നു. അപ്പം ഇതൊന്നും ശാശ്വത പദ്ധതികാരികളെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്തേലും ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ തലത്തിലോ എന്തെങ്കിലും ഒരു നീർക്കുപോക്ക് കണ്ടില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം വാസയോഗ്യമായി ഇവിടുന്ന് വിട്ടുപോകേണ്ടി വരും. ആ ഒരു സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് വലിയ കഴിവുള്ള കുടുംബമൊന്നുമല്ല. അവർ ഈ കന്നുകാലിയെ പോറ്റി തന്നെ വളർത്തുന്നത്. ഒരു പെണ്ണുങ്ങൾ മാത്രമേ അവിടുത്തെ തള്ള മാത്രമേ ഉള്ളൂ. ഒരു മകനാണ് സുഖമില്ലാത്തവന്. കാർന്നൂര് ഇവിടെ അല്ല, കുറച്ച് അപ്പുറത്ത് പറഞ്ഞാല് ആ കീപ്പള്ളി ഭാഗത്ത് എവിടെയോ. പഴയ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലൊക്കെ അയാൾ വരുള്ളൂ. പക്ഷെ ഈ സംരക്ഷണം മുഴുവൻ ഈ സ്ത്രീയുടെ ഭാഗത്താണ്, തള്ളയുടെ ഭാഗത്താണ്. അവരായി കുടുംബം നോക്കുന്നത്, എടുക്കുന്നു, അന്വേഷിക്കുന്നത്. ഇത് ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്റർ താഴെ നമ്മളെ വാരാപ്പുഴ റോഡില്ലേ, ആ റോഡിൽ കൊണ്ട് കൊടുക്കണം ഈ പാല് ഉൽപ്പാദിപ്പിച്ച്. ഈ കയറ്റം അങ്ങോട്ട് കയറണം ഇങ്ങോട്ടും കയറണം. നല്ല പ്രായമുള്ള സ്ത്രീയുമാണ്. അപ്പൊ അവർക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ സംഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ പോയി എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. അപ്പൊ ഇതിന്റെ ഭാഗത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണുകയോ എടുക്കുകയോ ചെയ്യാതെ ഇതിനൊരു പ്രതിവിധി ഇല്ല. ഇവിടുന്ന് വലിച്ച് കയറ്റാൻ വെക്കുന്നുണ്ട്. കൈ അപ്പുറത്ത് ഇട്ടിട്ട് ഇതിനെ പിടിച്ചു. അപ്പം അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കാല് ചവിട്ടിയ പാടങ്ങളായി. കാലിന്റെ കച്ചവടം, നഖത്തിന്റെ പാടല്ലേ? കാലത്തിന്റെ നഖത്തിന്റെ പാടാണ്. പിന്നെ ഇത് കണ്ടില്ലേ, വലിച്ചു കയറ്റാൻ പരമാവധി നോക്കി നടന്നില്ല. പക്ഷെ അത്രയും ടൈറ്റില് കെട്ടിയിരിക്കുന്നല്ലേ, കയറ് കെട്ടിയിരിക്കുന്നതായിട്ട് കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അതുകൊണ്ടാണ് പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ബിജോയ്. അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ പാലത്തുംകട് വാർഡില് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വാർഡിന്റെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ഈ കടുവ കൊന്ന് ഭക്ഷിച്ചിട്ടുണ്ട്. അന്നെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വന്ന് ഇത് കടുവയാണ് അല്ലെ പുലിയാണ് എന്ന് പറഞ്ഞു പോകുന്ന സ്ഥിതിയാണുള്ളത്. ഇതിനു മുമ്പ് പാറക്കാമലയിൽ ഒരു പശുവിനെയും ഒരു നായയെയും കെട്ടിയിട്ടിരുന്ന മൃഗങ്ങളെ കടുവ കൊന്നു ഭക്ഷിച്ചപ്പോൾ അവിടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ക്യാമറ വെച്ചു. പക്ഷെ ആ ക്യാമറയിലൊന്നും ഈ വന്യമൃഗം കുടുങ്ങിയിട്ടില്ല.
ഇന്ന് ഈ പാലത്തുംകടവിലെ ബാരാപ്പോൾ പദ്ധതി പ്രദേശത്ത് രൂപേഷ് രാഘവന്റെ 4 പശുക്കളെയാണ് അവരുടെ ഫാമിലുള്ള അവർക്ക് ഏക വരുമാനമാർഗമായിരുന്ന 4 പശുക്കളെയാണ് അതിഭീകരമായ രീതിയിൽ ഈ കടുവ കൊന്നിട്ടിരിക്കുന്നത്. ഇന്നിവിടെ ഫോറസ്റ്റർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇതിന്റെ 50 മീറ്റർ മാത്രം മാറി ഒരു വീട്ടിലെ ഒരു വളർത്തുനായെ കെട്ടിയിട്ടിരുന്നൊരു വളർത്തുനായെ കൊന്ന് ഈ കടുവ ഭക്ഷിച്ചു. അതിന്റെ കുറച്ച് അവശിഷ്ടം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ഇത്രമാത്രം സംഭവങ്ങൾ നടന്നിട്ടും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഈ കടുവയെ അല്ലെങ്കിൽ ഈ വന്യമൃഗത്തെ കൂടുവെച്ച് പിടിക്കുന്നതിനോ അതിനെ കൊല്ലുന്നതിനോ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇന്ന് ഇവിടെ ഒരുപാട് ജനപ്രതിനിധികളും അതുപോലെ തന്നെ പ്രദേശവാസികളോട് തടിച്ചുകൂട്ടിയിട്ടുണ്ട്. ഒരു പ്രദേശവാസി എന്ന നിലയിൽ നമ്മൾ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാവരും ഒന്നിച്ചെടുത്തിരിക്കേണ്ട തീരുമാനം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനാവശ്യമായ നടപടി ഉണ്ടാകണം. അതുവരെയും ഇവരുടെ ഉദ്യോഗസ്ഥന്മാരെയും ജനപ്രതിനിധികളും അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയാൽ മതി എന്നാണ് ഇവിടുത്തെ എല്ലാ പ്രദേശവാസികളും ഇപ്പോൾ എടുത്ത കൂട്ടായ തീരുമാനം. ഈ വീട് ഇപ്പൊ നോക്കിയാൽ നമുക്ക് അറിയാം, അവിടെ വീട്ടിലൊക്കെ ആളുകൾ കൂടിയിരിക്കുന്നതാണ്. ഒരു മരണവീടിന് സമാനമായിട്ടാണ് ഇപ്പോൾ ഈ വീടിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഏക വരുമാന മാർഗമായിരുന്ന പശുക്കളെയാണ് കടുവ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ഇത് രാത്രി ഏകദേശം എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നത്? അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ 8 മണിയാകുമ്പോൾ പന്ത്രണ്ട് അടച്ചിട്ട് കിടപ്പുണ്ടായിരുന്നു. എത്ര മണിക്കാന്ന് നമുക്കറിയില്ല. രാവിലെ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഇങ്ങനെ 5:30 പശുവിനെ കറക്കാൻ നമ്മളറിയാം. ചേട്ടൻ്റെ ഒക്കെ ആണല്ലേ പശു? ചേട്ടൻ്റെ ഒക്കെ അല്ലേ പശു? അതെ. ഇത് ചെനയുള്ള പശുവാണോ? ഒരെണ്ണം ചെനയുള്ള ആണല്ലേ? അത് 2 പാല് കറക്കുന്നുണ്ട്. ആണല്ലേ? എത്ര ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്നു? 30 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്നല്ലേ എല്ലാം കൂടെ അല്ലേ? എല്ലാവരും 2 കറക്കുന്നുള്ളൂ. മറ്റേ ഒന്നിന് ജനയുണ്ട്. വേറെ രാത്രി വലിയ ഒച്ചപ്പാടോ അങ്ങനെ ഒന്നും കേട്ടില്ലല്ലേ? ചേട്ടന്റെ പേരെങ്ങനെയാണ്? എന്റെ പേര് സുരേഷ് മാരാമൂട്ടി. ഈ പ്രദേശവാസി അല്ലേ? ഞാൻ ഇതിന്റെ തൊട്ട് മേലെ തന്നെയാണ് എന്റെ വീട്. നിങ്ങളുടെ അയലോക്കത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നല്ലേ? എന്റെ അയലോക്കത്ത് എന്ന് പറഞ്ഞാൽ എന്റെ വീടിനടുക്കുന്ന ഒരു 100 മീറ്റർ അകലേ ഉള്ളൂ. അവിടെ നിന്നാണ് ഇന്നിപ്പം ഈ 4 പശുക്കളെ കടുവ വന്ന് കടിച്ചു കൊല്ലുകയും ചെയ്തിട്ടിരിക്കുന്നത്. അവരുടെ അത്താഴമാണ് മുടങ്ങിയിട്ട് കിടക്കുന്നത്. ഇവിടെ ഈ പ്രദേശത്ത് ഇതിനു മുന്നേ ഇങ്ങനത്തെ എന്തെങ്കിലും സാന്നിധ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതിനു മുന്നേ ഞാൻ 2 വട്ടം കാണുകയും ഫോറസ്റ്റുകാരെ വിളിച്ചു പറയുകയും കടുവയെ ഞാൻ നേരിട്ട് കണ്ടതാണ്. നേരിട്ട് കണ്ടിട്ട് ഈ സാധാരണ നമ്മുടെ കാട്ടുപന്നിയുടെ ശല്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പോകുമ്പോൾ കാട്ടുപന്നി വന്നിട്ട് ആക്രമിക്കുന്നതിനെ കൊണ്ട് ഞാൻ കാട്ടുപന്നി ആയിരിക്കും വിചാരിച്ചു. ഞാൻ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കരിയില ഇളക്കിക്കൊണ്ട് ഓടി വരുന്ന ഒച്ച കേട്ടപ്പോൾ ഞാൻ കാട്ടുപന്നി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈറ്റ് തെളിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ വലിയ മലം കടുവ, അതായത് നല്ല വരെയുള്ള കാണാൻ നല്ല സ്റ്റൈലുള്ള ഒരു മുതലാള് വന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് 1/2 മണിക്കൂർ നേരത്തേക്ക് എന്റെ ശ്വാസം വരെ സ്റ്റക്കായി പോയി. രാത്രി 1 മണി സമയത്താണ് ഞാൻ ടാപ്പിങ്ങിന് പോകുമ്പോഴാണ് കാണുന്നത്. കണ്ട് പേടിച്ചിട്ട് ഇങ്ങനെ അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ബാക്കി കയ്യിലുണ്ടായിരുന്ന പടക്കം കത്തിക്കാൻ നോക്കുമ്പോൾ അതുപോലും കത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ഞാൻ നിൽക്കുകയും ലാസ്റ്റ് ധൈര്യം വന്നപ്പോ മനോധൈര്യം വന്നപ്പോ ഞാൻ ഈ പടക്കം കത്തിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നേരെ എന്റെ വീടിന്റെ നേരെ വരികയും എനിക്ക് പിന്നെ ആ വഴിയെ തന്നെ എനിക്ക് തിരിച്ചു വരേണ്ടത്. ആ വഴിയിൽ തിരിച്ചു വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തോട്ടത്തിൽ പോയി ഇരിക്കുകയും ചെയ്തിട്ട് നേരം വെളുപ്പിന് 6 മണിവരെ ഞാൻ ഹെഡ്ലൈറ്റ് തെളിച്ച് വെച്ചുകൊണ്ട് ചുറ്റും നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നിട്ട് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ വരികയും ചെയ്തത്. ഈ സംഭവം നടന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇപ്പൊ ഒരു 2-3 മാസത്തിനുള്ളിലാണ് ഞാൻ ഇതെല്ലാം കണ്ടത്. അതിനുശേഷം ഞാൻ ഈ തൊട്ടടുക്കെന്ന് കടുവനെ കണ്ട സ്പോട്ട് വരെ ഞാൻ വേണേൽ കാണിച്ചു തരാം. കണ്ടിട്ട് ഞാൻ ഇതുപോലെ ഒരു കുഴിയിൽ നിന്ന് നേരെ മേലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് ഇതിന്റെ നേരെ ലൈറ്റ് ചെല്ലുകയും ഇതവിടെ നിന്നിട്ട് പാല് ഈ കടുവ എന്തിനേലും കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം പാലൊന്ന് പറപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് ഈ പാല് പറപ്പിക്കുന്ന കണ്ടതല്ല. ഞാൻ 3ാമത്തെ ചുവട് ഞാൻ എന്റെ വീട്ടിലെത്തിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ബാക്കി ഞാൻ പോകുമ്പോൾ പടക്കം കൊണ്ടാണ് പോകുന്നത്. ആ പടക്കം കത്തിച്ചെറിഞ്ഞ് വെച്ചിട്ട് ഞാൻ വീട്ടിൽ കയറിയപ്പം വീട്ടിൽ നിന്ന് എന്നോട് ചോദിക്കുന്നത് എന്താണെന്ന്. ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് കടുവയുണ്ട്, കടുവനെ കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു ഓടി വരുന്നത് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ കയറി. അപ്പാടും വാതിലും ജനലും എല്ലാം അടച്ചു കുറ്റിയിട്ടു. ബാക്കി വളർത്തു മൃഗങ്ങൾ ഉള്ളത് കൊണ്ട് ബാക്കി വീടിന്റെ ചുറ്റും ലൈറ്റും എല്ലാം തെളിച്ചു വെച്ചുകൊണ്ട് നമ്മൾ അവിടെ നേരം എടുക്കുന്നിടം വരെ ഉറങ്ങാതെ കൊണ്ട് കുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്.
ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അനുഭവങ്ങൾ നേരത്തെ ഉണ്ട്. അപ്പൊ ഇവരുടെ ഫോറസ്റ്റുകാർക്കല്ല ഇതെല്ലാം നേരത്തെ പറയുമ്പോഴത്തേക്കും ഫോറസ്റ്റുകാർ വന്നിട്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കണ്ടത് കടുവയല്ല, കടുവയല്ല എന്നാണ് പറയുന്നത്. ഒറിജിനൽ കടുവ കണ്ട അറിയത്തില്ല. ഒറിജിനൽ വരയൻ കടുവേനെ നേരിട്ട് കണ്ട ആളാണ് ഞാൻ. നേരിട്ട് കണ്ടിട്ട് അരമണിക്കൂർ വരെ ശ്വാസം വരെ സ്റ്റക്കായി നിന്ന ഒരു ആളാണ് ഞാൻ. എന്നോട് ഇവര് പറയുന്നത് ഇത് കടുവയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവര് പറയുന്നത്. ഇതേപോലെ ഇവിടുന്ന് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കൂട്ടിലാണ് പട്ടീനെ, ഇവിടെയാണ് പട്ടി കിടന്ന് കിടന്നിരുന്നത്. ഇവിടെയാണ്. ഇവിടുന്ന് പട്ടീനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുണ്ടോ, ഇപ്പോഴും ചോടപ്പാട് പോലും വാങ്ങിയിട്ടില്ല. അവിടെ കറുത്ത കളർ വരെ കിടപ്പുണ്ട്. ഇവിടെ ഇട്ടിട്ടാണ് കടുവ പിടിച്ചത്. ഒരാഴ്ച ഇവിടെ ഇട്ടിട്ടാണ് പട്ടീനെ കടുവ പിടിച്ചത്. അന്ന് അവര് ഈ ഫോറസ്റ്റുകാർ ഇവിടെ വന്നു വെച്ചിട്ട് പറഞ്ഞത് കടുവയല്ല, ഇത് ഈ പട്ടീനെ പിടിക്കുന്ന ഒരു പട്ടിക്കടുവ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, പട്ടിക്കടുവയാണ് എന്നും പറഞ്ഞിട്ടാണ് ഫോറസ്റ്റുകാർ പോയത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ ഈ പട്ടിനെ വളർത്തുകയും എന്റെ വീട്ടിലുണ്ട് 2 വളർത്താനായിക്കുള്ളൂ. അപ്പൊ ഇത് കണ്ട പാടനെയാണ് നമ്മളും ഈ പട്ടിക്കൂട് വരെയും പണിത് അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഞാൻ 6 പേരെ കൂട്ടിയിട്ടാണ് ആ കൂട് പിടിച്ചിട്ട് ഞാൻ അവിടെ വെക്കുകയും ചെയ്തത്. എന്റെ വീട് ഈ തൊട്ട് ഈ മേലെ കാണുന്ന ഇവിടുന്ന് സംഭവം നടന്നല്ലേ. ഇവിടെ കെട്ടിയിരുന്ന പട്ടീനെയാണ് ഈ കൂട്ടിൽ കെട്ടിയിരുന്ന ഇതിനെയാണ് ഇതാ പിടിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ട് ആ കടുവ ഇതിനെ കഴിച്ചിട്ട് പോയത്. ഇവര് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് വരുമ്പോഴാണ് പട്ടീനെ ഇവിടെ കാണാഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇതാ ഇവിടെ ഇങ്ങനെ മുക്കാൽ നിന്നിട്ട് കിടക്കുകയാണ്. ചങ്കംകൂടിനെടുക്കുന്ന ഈ 2 തൊടയുടെ ഇറച്ചി വരെ മൊത്തം കഴിച്ചിട്ട് തൊടയിലും ഈ ചങ്ങുകൂടി തലയും മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഈ 2 പ്രാവശ്യം കടുവ നേരിട്ട് കണ്ടുകൊണ്ട് ഇത് കടുവയാന്ന് തന്നെയാണ് നേരിട്ട് എനിക്കറിയാം ഇത് കടുവ തന്നെയാണെന്നറിയാം. പക്ഷെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് അധികൃതരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയുന്നത് എന്നാണ് കടുവയല്ല, അത് കടുവയല്ല എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവിടെ ഈ പശുവിനെ പിടിച്ചെടുക്കുന്ന നേരിട്ട് കാൽപ്പാടുകളും അത്രയേറെ വ്യക്തമായതുകൊണ്ട് മാത്രം അവർക്ക് വേറെ ഒന്നും പറയാനുള്ള ഇതില്ല, ഓടിച്ചില്ല. അതുകൊണ്ടാണ് അവര് കടുവയാണെന്ന് മാത്രം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ ഇതേപോലെ ഈ ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പട്ടീനെ പിടിച്ചതും പശുവിനെ പിടിച്ചതും ജീവൻ എല്ലാത്തിനും ഒരുപോലെ അല്ലേ. എല്ലാ മൃഗങ്ങളാണെങ്കിലും എല്ലാം ഒരുപോലെ. മക്കളെ വളർത്തുന്ന പോലെ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. വീട്ടിലെ നായ്ക്കളാണെങ്കിലും പൂച്ചയാണെങ്കിലും എന്തിനാണെങ്കിലും അതുപോലെ വളർത്തുന്നതാണ്. അതിലാണ് ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റുകാർ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഇതാണ്, കടുവയല്ല, അത് പട്ടിക്കടുവയാണ്, പട്ടീനെ മാത്രം പിടിക്കുന്നതാണ്, ചെറിയ ജീവിയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ജനങ്ങളുടെ പറഞ്ഞിട്ട് പോകുന്നത്. നേരിട്ട് കണ്ട ഞാൻ പറഞ്ഞിട്ട് വരെ അവർ പറയുന്ന കടുവയല്ല എന്നാണ് പറയുന്നത്. ഞാനിതാ ഈ കടുവേനെയും പേടിച്ച് ഇതെല്ലാം പേടിച്ചിട്ട് ഞാൻ എന്റെ 2 പട്ടിക്ക് വേണ്ടി പണിത് വെച്ച കൂട് വരെ ഞാൻ കാണിച്ചു തരാം. ഇതേ 10 മീറ്ററേ ഇവിടെ അങ്ങോട്ട് നടക്കേണ്ടതുള്ളൂ. ആ കൂട് വരെ കാണിച്ചു തരാം. 6 പേരെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ആ കൂട് കയറ്റിയിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി കൊണ്ടാണ് അതിന്റെ പണി തീർത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ആ കൂട് വരെയും കാണിച്ചു തരാം. വലിയ പേടി തന്നെയാണല്ലേ? വലിയ പേടിയിൽ തന്നെയാണ്. ഞാനിപ്പോ ഇത് പാട്ട് കൊടുത്ത് നാളെ മനുഷ്യരുടെ നേരെ വന്നാലോ അല്ലെ? പാട്ട് കൊടുത്ത് ഇവനാണെങ്കിൽ 1 മണിക്ക് ഈ 15-ാം തീയതി റബ്ബറിന്റെ കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കണമെങ്കിൽ ഞാൻ ഈ രാത്രി 1 മണിയാകുമ്പോൾ ഞാൻ പോയിട്ട് ഇത് ടാപ്പ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ എന്തെങ്കിലും കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കാറ്റുമായി ഇതെല്ലാം വെയിലിന്റെ ചൂടായി പിന്നെ പാല് കിട്ടൂല. നേരം വെളുത്ത് കഴിഞ്ഞാൽ പാല് കിട്ടൂല. അതുകൊണ്ട് മരം തണുപ്പിന് പോയി. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്? എനിക്ക് 49 വയസ്സായി. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലില്ല. ഇപ്പൊ ഈ ഒരു കുറച്ചായിട്ടാണ് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ. ഇവിടെ കാട്ടാന വരാൻ തുടങ്ങിയിട്ട് തന്നെ ഈ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ള വരാൻ തുടങ്ങിയിട്ട് 49 വയസ്സിനോടിടയ്ക്ക് ആ ഒരു 8-9 വർഷമായി. കൂടുതലൊന്നും ആയിട്ടില്ല. ഇവിടെ ഈ കാട്ടാനയും ഈ കടുവ ഈ ശല്യങ്ങളെല്ലാം വരാൻ തുടങ്ങിയിട്ട്. ആൾക്കാരെല്ലാരും കാലത്തോട്ട് ഇറങ്ങിയെല്ലാം ചെയ്തുകൊണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ വന്നത്. ജീവനെ പേടിച്ചിട്ട് പോകാൻ പറ്റണ്ട എവിടെയും. ഇവനാണ് 1 മണിക്ക് കയറ്റിട്ട് പോയിട്ട് വെട്ടി പാട്ടത്തിരിക്കുന്നത്. ഒരു ദിവസം വിട്ടുപോയാല് നഷ്ടമല്ല ഇവന്. അന്നേരം ഇവൻ കൂലിപ്പണി. നമ്മളെ പിന്നെ സുഖമില്ലാത്ത 2 വ്യക്തികളോടെ. അന്നേരം നമുക്ക് ഇത് ഇറങ്ങാനോ ഒന്നും രാത്രി ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ പേടിച്ചിട്ട് ഇറങ്ങാൻ പറ്റും. ഇതല്ല അവസ്ഥ. അങ്ങനെ തൊട്ട് ഇവിടെയാണല്ലോ വീട് അല്ലേ? ഇതാ ഇവിടുന്ന് 100 മീറ്റർ അകലത്തിലാണ് ഉള്ളത്. മരത്തിന്റെ മറവ് കൊണ്ട് കാണാൻ പറ്റിയല്ല. അത് എന്റെ വീട്ടിൽ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പോകുന്ന ആ വീട് വരെ കാണാം. എല്ലാം ഉണ്ടല്ലേ? ഈ പട്ടിനെ പിടിച്ച തന്നെയാണ് അവിടെ 3 ആന തൊട്ടുമേല. പട്ടിനെ പിടിച്ച അന്ന് തന്നെയാണ് മേളിൽ കാട്ടാന വരികയും ചെയ്തിട്ട് ഇവിടുന്ന് ഒരു പടക്കം പോലും ഫോറസ്റ്റുകാർ വന്നാൽ നമുക്ക് തരികയില്ല. ഒരു പടക്കം മേടിക്കാൻ പോകണമെന്നൊരിക്കൽ 40 രൂപയാണ് ഇവിടെ നമ്മുടെ ഈ അടുത്ത ഭാഗത്തെല്ലാം പടക്കം കിട്ടുന്നിടത്ത് 40 രൂപയാണ് ഒരു ഗുണ്ടിന്റെ വില.
അത് നേരെ നമ്മൾ കൂത്തുപറമ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ 25 രൂപയ്ക്ക് കിട്ടും. അത് നമ്മൾ ഇവിടുന്ന് മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയില്ല, ഓട്ടോറിക്ഷ കൂട്ടിയിട്ട് വേണം പോകാനായിട്ട്. ഈ ഓട്ടോറിക്ഷ കൂട്ടി പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരു പടക്കം മേടിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും പൈസ എത്രയായി? അതുപോലെ ചെലവിലാണ്. ഇതാണ് രാത്രിക്ക് പൊട്ടിച്ചുകൊണ്ട് നടക്കുകയും ഇതെല്ലാം ചെയ്തു. ഒരു വണ്ടിക്ക് ഇവിടെ കൂട്ടുകാരെന്ന് ഇവിടെ പറഞ്ഞ 250 രൂപ വണ്ടിക്കൂലി. കൂട്ടുകാരെന്ന് വണ്ടി വന്ന് ഇവിടെ കയറണമെങ്കിൽ 250 രൂപ കൊടുക്കണം. വണ്ടിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് അതേപോലെ നയിപ്പുണ്ട്. ആ വണ്ടിക്കൂലി അധികമൊന്നല്ല പറയുന്നത്. ഇത് ഈ നമുക്ക് വരുന്ന കഷ്ടനഷ്ടങ്ങളാണ്. 40 രൂപയുടെ ഗുണ്ടു മേടിക്കണമെന്നൊരിക്കൽ 250 രൂപ വണ്ടിക്കൂലിയാണ് വരിക. കുറച്ചുകാര് ഇവിടെ എല്ലാ ദിവസവും കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളല്ല, കൂലിപ്പണി ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് വേറെ നമുക്ക് പറമ്പിൽ നിന്ന് ഒരു വരുമാനം ഇല്ല. ഇതൊക്കെ ഉണ്ടെന്ന് വരെയെങ്കിലും പിന്നെ പറമ്പിൽ നിർത്തിട്ടാണെങ്കിൽ പോലും അല്ല, ഡെയിലി 40 രൂപയുടെ ഗുണ്ട് ഒരു 10 പൊട്ടിക്കണമെങ്കിൽ ഡെയിലി 400 രൂപയുടെ ഗുണ്ട് പൊട്ടിച്ചിട്ടുണ്ടെന്ന് വരെയെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? കഞ്ഞി കുടിക്കാൻ വേറെ വല്ല വഴിയുണ്ടോ? കൂലി ഉണ്ടാകില്ല, 400 കൂലി ഉണ്ടാകുകയില്ല. ഈ ചേട്ടന്റെ വീടാട്ടോ. ഈ ചേട്ടന്റെ വീട്ടിൽ തൊട്ട് താഴത്തെ വീട്ടിലെ പെട്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോയത്. അതുകൊണ്ട് ചേട്ടൻ ഇപ്പൊ പട്ടികൾക്ക് വേണ്ടി മാത്രം ഈ കൂലിപ്പണി എടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് ഇപ്പൊ 10-20,000 രൂപ മുടക്കി കൂട് പണിതു എന്നാണിപ്പോ പറഞ്ഞു കേട്ടോ. അതൊന്ന് കണ്ടിട്ട് പോകാമോ എന്ന് ചോദിച്ചു. അതാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നത്. കൂട് പണിതേക്കുന്നല്ലേ? കൂട്ടിട്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് എടുത്തു വെപ്പിച്ചതാണ്. വളർത്തുമൃഗങ്ങളെ അതാണ് പഴയ കൂടല്ലേ? ഇതാണ് പഴയ കൂട്. പഴയ കൂട് കടുവയെ പേടിച്ച് ചെയ്തേക്കുന്ന കേട്ടോ. വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായി കൂലിപ്പണി ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 20,000 രൂപ മുടക്കിയിട്ട് ഇപ്പോൾ ഇതുപോലത്തെ കൂട് പണിത് ഇവിടെ വെച്ചിരിക്കുന്നത്. നിരന്തരം കടുവയുടെ ശല്യം ഉള്ളതുകൊണ്ടും മാത്രമാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. രാത്രി 1 മണി സമയത്ത് ടാപ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും കടുവേനെയും വന്യജീവിനെയും പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാൻ വേണ്ടി മേടിച്ചു വെച്ചിരിക്കുന്നതാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി മേടിച്ചു വെച്ചിരിക്കുന്ന ഗുണ്ടുകൾ. ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് 400 രൂപ ഈ പാക്കറ്റിന്റെ വില. ഇത് മേടിച്ചു ഇവിടെ എത്തിക്കണമെന്ന് വരെങ്കിൽ 250 രൂപ ഓട്ടോറിക്ഷ കൂലി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ പണിയെടുത്തിട്ട് നമുക്ക് എന്താണ് ബാക്കി വേണ്ടിയത് ഇതിനകത്ത്? അതിൽ നിന്ന് അധികൃതർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു പടക്കം തരാനോ ഒന്നും തരാനില്ല. അവർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്ത് കഴിഞ്ഞിട്ട് പോയിട്ട് ടാപ്പ് ചെയ്യാനായിട്ട്. നേരം വെളുത്ത് 8 മണിക്ക് പോയിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റബ്ബർ മരത്തിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? എന്തെങ്കിലും കിട്ടുമോ? അന്നേരം കാറ്റായി, വെയിലായി, എല്ലാം ആയി. ഈ ഇല്ലാത്ത പൈസ കൊടുത്ത് പാട്ടം എടുത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. നേരിട്ട് കണ്ടെടുക്കുന്ന വരെയാണ് ഇവരോട് പറഞ്ഞിട്ട് ഇവർ ആരും അംഗീകരിക്കുമോ? ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പടക്കം തരാൻ പറഞ്ഞാൽ അതുപോലും തരാത്ത പോർച്ചുകാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളേതായാലും ആ ഒരു പ്രദേശത്ത് പോയി. ബരാപ്പോൾ പാലത്തിൻകടവ് പ്രദേശത്താണ് ഈ ഒരു സംഭവം നടന്നത്. ആ ഒരു പ്രദേശത്തെ ഭീകരാവസ്ഥയൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഏതായാലും ആ ഒരു കർഷകന്റെ 4 പശുക്കളെയാണ് കടുവ ഒറ്റ രാത്രി കൊണ്ട് കൊന്നിരിക്കുന്നത് കേട്ടോ. 2 കറവയുള്ള വലിയ പശുക്കളാണ്. അതിൽ ഒരെണ്ണത്തിന് ചെനയുണ്ട് എന്നാണ്. വയറൊക്കെ വലിയ വയറാണ് നമുക്ക് കാണുന്നത്. മാത്രമല്ല മീഡിയം സൈസുള്ള ഒരു പശുവും ഒരു കിടാവും. അങ്ങനെ 4 പശുക്കളെയാണ് ഒറ്റ രാത്രി കൊണ്ട് കടുവ കൊന്നിരിക്കുന്നത്. ആ കർഷകൻ വലിയ വിഷമത്തിൽ തന്നെയാണ്. നമ്മൾ ആ ഒരു സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടാണ്. മാത്രമല്ല ഈ പ്രദേശത്ത് ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒക്കെ പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്ന വന്യജീവി പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതും കടുവയാണ് എന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. മാത്രമല്ല കടുവയെ 2 പ്രാവശ്യം നേരിട്ട് കണ്ട ഒരു ചേട്ടനോട് നമ്മളിപ്പോൾ സംസാരിക്കുകയുണ്ടായി. ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണ്. വളരെ ഭീകരമാണ് അവസ്ഥ. മണിക്കൂറിനടുത്ത് കടുവയെ മുഖാമുഖം കണ്ടുനിന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. രാത്രി റബ്ബർ ടാപ്പിങ്ങിന് പോയ സമയത്തൊക്കെ. റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നവരൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഏതായാലും വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയായിപ്പോയി. ഒരു വീട്ടിലെ ആ കർഷകന്റെ ഏക ആശ്രയമായിരുന്ന 4 പശുക്കളെ, അതായത് 30 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. ആ ഒരു വരുമാനം കൂടെയാണ് അവർക്കത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഈ കടുവയെ പിടിച്ചുകൊണ്ട് പോകാനുള്ള നടപടി എടുക്കണം എന്ന് തന്നെയാണ് ആളുകളെല്ലാവരും ഒരുപോലെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് കൂട് വെക്കോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കിപ്പോൾ തീരുമാനമായിട്ടില്ല. വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ആയിരിക്കും അതിനുള്ള തീരുമാനം വരിക. ഏതായാലും വളരെ ദാരുണമായ സംഭവം. വലിയ കടുവ തന്നെയാണ്. നമ്മളതിൻ്റെ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ കണ്ടാണ്. പ്രത്യേകിച്ച് ആ ചാണകത്തിലും അതുപോലെ തന്നെ ആ ചോരപ്പാടിലൊക്കെ കാൽപ്പാടുകൾ നമ്മൾ കണ്ടാണ്. നമുക്കത് കാണിക്കുന്നതിനൊക്കെ കുറേ പരിധികളുണ്ടായിരുന്നു. അവിടെ ഒരു ചോരക്കളമായി ഒരു വലിയ കുരുതി നടന്ന രീതിയിലായിരുന്നു ആ ഒരു പ്രദേശം ഉണ്ടായിരുന്നത്. ഏതായാലും വലിയ ഒരു ദുഃഖത്തിൽ വളരെ ഒരു ദാരുണമായൊരു സംഭവമായിപ്പോയി കേട്ടോ. ഒരു വീട്ടിൽ തന്നെ 4 പശുക്കളെയൊക്കെ ഒറ്റയടിക്ക് കൊല്ലുക എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് ഞാൻ തന്നെ കേൾക്കുന്നത്. നമ്മൾ ഇത്രയും നാൾ ആയി ഈ ഒരു സംഭവം ഇത് മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറഞ്ഞ വിഷയങ്ങൾ ഇങ്ങനെ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ
ഇത്രയും ഒരു വീട്ടിൽ തന്നെ 4 പശുക്കളെ അടുപ്പിച്ച് കൊല്ലുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം കേണിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത്, വയനാട് കേണിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത് കടുവ ഇറങ്ങിയപ്പോഴാണെങ്കിലും പോലും ആ വീട്ടിൽ ഒരു പശുവിനെ മാത്രമായിരുന്നു കടുവ കൊന്നിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 പശുക്കളെ, ഒരു വീട്ടിൽ തന്നെ 4 പശുക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ദാരുണമായ സംഭവമായിപ്പോയി. അതായത് എത്രയും പെട്ടെന്ന് കടുവയെ കൂട് വെച്ച് പിടിച്ച് ഇവിടുന്ന് ഒഴിവാക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാം ഒരുപോലെ പറയുന്നത്. അപ്പോൾ കൂട് വെക്കുകയോ ഇല്ലെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലും മണിക്കൂറുകളിലൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുക. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്